ഗവൺമെന്റ് മേഖലയെ സ്തംഭിപ്പിച്ച യുഎസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ മൂന്നാം ആഴ്ചയിലേക്ക് അടുക്കുമ്പോൾ ട്രംപ് ഭരണകൂടം ഫെഡറൽ ജീവനക്കാരുടെ വൻതോതിലുള്ള പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ഷട്ട്ഡൌൺ 10ാം ദിവസം കടന്നപ്പോൾ ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള വളരെ ശക്തമായൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തുടങ്ങിക്കഴിഞ്ഞു. പൊതുസേവനങ്ങളെ സ്തംഭിപ്പിച്ച ഗവൺമെന്റ് ഷട്ട്ഡൌൺ പരിഹരിക്കാൻ ഡെമോക്രാറ്റുകളിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനാണ് പിരിച്ചുവിടൽ തന്ത്രം നടപ്പിലാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 10-ന് വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടറായ റസൽ വൂട്ട് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള സർക്കാരിന്റെ റിഡക്ഷൻ ഇൻ ഫോഴ്സ് RIF നടപടിക്രമത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് RIF ആരംഭിച്ചിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിരുന്നു. പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇത് നടക്കുന്ന വകുപ്പുകളെയും ഏജൻസികളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെയും വ്യക്തമല്ല. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ അധികാര ദുർവിനിയോഗമായി വിശേഷിപ്പിച്ചു. ഫണ്ടിംഗ് കാലതാമസത്തിനിടയിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് തൊഴിൽ സിവിൽ സർവീസ് നിയമങ്ങൾ ലംഘിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ വകുപ്പിനുള്ളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തതായി US ട്രഷറി വക്താവ് പറയുന്നുണ്ട്. അതേസമയം സൈബർ സുരക്ഷയിലും ഇൻഫ്രാസ്ട്രക്ചർ സുരക്ഷാ ഏജൻസിയിലും പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ വക്താവ് ദി ഗാർഡിയനോട് പറഞ്ഞിരുന്നു. ഫെഡറൽ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിലെ അംഗങ്ങളെയും ഈ കുറവ് ബാധിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പിരിച്ചുവിടലുകളുടെ വെളിച്ചത്തിൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ആശ്രയിക്കുന്ന സേവനങ്ങളിൽ ഈ നീക്കം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഈ നീക്കങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. രാജ്യത്തുടനീളമുള്ള സമൂഹങ്ങൾക്ക് നിർണായകമായ സേവനങ്ങൾ നൽകുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ നിയമവിരുദ്ധമായി പിരിച്ചുവിടാൻ ട്രംപ് ഭരണകൂടം സർക്കാർ അടച്ചുപൂട്ടലിനെ ഒരു ഒഴിവുകഴിവായി ഉപയോഗിച്ചത് അപമാനകരമാണ്. 8 ലക്ഷം ഫെഡറൽ DC സർക്കാർ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് AFGE ദേശീയ പ്രസിഡന്റ് എവരറ്റ് കെല്ലി പറഞ്ഞു. സർക്കാർ അടച്ചുപൂട്ടൽ തുടർന്നാൽ ഫെഡറൽ ഏജൻസികൾ ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് വോട്ട് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഏറ്റവും പുതിയ പിരിച്ചുവിടലുകൾ ഉണ്ടായിരിക്കുന്നത്. യുഎസിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനുകളുടെ ഫെഡറേഷനായ AFL-CIO വെള്ളിയാഴ്ച വോട്ടിനെ പോസ്റ്റിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അമേരിക്കയിലെ യൂണിയനുകൾ നിങ്ങളെ കോടതിയിൽ കാണും. കഴിഞ്ഞ ആഴ്ച AFGEയും അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്, കൗണ്ടി ആൻഡ് മുനിസിപ്പൽ എംപ്ലോയീസ് AFSCME ട്രംപ് ഭരണകൂടം ഷട്ട്ഡൌൺ സമയത്ത് പ്രാബല്യത്തിൽ വരുന്ന ഏതെങ്കിലും കുറവുകൾ, അതായത് RIFകൾ നടപ്പിലാക്കുന്നത് തടയുന്നതിനായി ഒരു താൽക്കാലിക നിരോധന ഉത്തരവിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. വോട്ടിന്റെ പുതിയ പ്രഖ്യാപനത്തിന് ശേഷം വെള്ളിയാഴ്ച യൂണിയനുകൾ താൽക്കാലിക നിരോധന ഉത്തരവിനായി അടിയന്തര പ്രമേയം ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ട പിരിച്ചുവിടലുകൾ നിയമവിരുദ്ധമാണ്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ദിവസവും ആശ്രയിക്കുന്ന സേവനങ്ങളിൽ ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഫുഡ് ഇൻസ്പെക്ടർമാരായാലും പബ്ലിക് സേഫ്റ്റി ജീവനക്കാരായാലും അമേരിക്കയെ പ്രവർത്തിപ്പിക്കുന്ന എണ്ണമറ്റ പബ്ലിക് സർവീസ് തൊഴിലാളികളായാലും ഈ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ കളികളിൽ പെട്ടുപോകരുത്, AFSCME പ്രസിഡന്റ് ലീ സോണ്ടേഴ്സ് വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. നിയമവിരുദ്ധമായി ഈ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിലൂടെ ഭരണകൂടം ഫെഡറൽ ജീവനക്കാരെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, അത് അവരുടെ കുടുംബങ്ങളെയും അവർ ദിവസവും സേവിക്കുന്ന സമൂഹങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. പൊതുസേവന തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തിനും ജോലിക്കും നേരെയുള്ള ഈ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ തടയാൻ ലഭ്യമായ എല്ലാ നിയമപരമായ വഴികളും ഞങ്ങൾ പിന്തുടരും, പ്രസ്താവനയിൽ പറഞ്ഞു.